ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? എന്തിനുള്ള അവകാശമാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന 21A ഉറപ്പ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്ത മലബാറിലെ കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്ചി കലാപത്തിൻ്റെ നേതാവ് രാമനമ്പിയാണ്. കുറിച്ചി കലാപത്തിൻ്റെ നേതാവ്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിതവാദി പത്രമാണ്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണ്? മിതവാദി പത്രമാണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേതെന്ന് ചോദിക്കുമ്പോൾ അത് വരുന്നത് സിംഗപ്പൂരാണ്. ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായി നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനം ഏതാണ്? കൊൽക്കട്ട കറാച്ചി സമ്മേളനം. ഏതാണ്? കറാച്ചി സമ്മേളനമാണ്. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവന്മാരുടെ രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ. ഇനി അടുത്തത്, ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഭക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? വൈദ്യുതോൽപാദനത്തിന് 2ഉം 4ഉമാണ് വരുന്നത്. 2ഉം 4ഉം. അതായത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധോദ്ദേശ പദ്ധതിയാണ്. അടുത്തത്, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ജീവൻ രക്ഷാ പതക്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യത അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? പട്ടിണി ഇല്ലാതാക്കൽ, ദാരിദ്ര്യ സാമൂഹ്യനീതി ഇത് പറയുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 നിലവിൽ വന്നത് ശരിയാണ്. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. MN കുർസോ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അത് തെറ്റാണ്. അപ്പോൾ 2 മാത്രമാണ് ആൻസറായിട്ട് വരുന്നത്. മുംബൈ, കൊച്ചി. അടുത്ത ക്വസ്റ്റ്യനാണ് മുംബൈ, കൊച്ചി, മധുരൈ, കാണ്ഡ്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? ഏതൊക്കെയാണ്? മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാണ്ഡ്ല. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ് പട്ടണം? മധുരയാണ്. കൂട്ടത്തിൽപ്പെടാത്ത പട്ടണമാണ് മധുര.
അടുത്തത് 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? കയർ ഫാക്ടറി ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏത്? കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആരൊക്കെ തന്നിരിക്കുന്ന? വി അബ്ദുറഹ്മാൻ ഉണ്ട്, പി രാജീവ്, എ കെ ശശീന്ദ്രൻ, GR അനിൽ. ആരാണ് വരുന്നത്? വി അബ്ദുറഹ്മാനാണ് ഉത്തരവായിട്ട് വരുന്നത്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC ആണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? 2024 പൃഥ്വിരാജിനാണ്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുക്കുടിയാണ്. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ലഭിച്ച പീഠഭൂമി ഏത്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ലഭിച്ച പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ച ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ അംഗീകരിച്ചിട്ടുള്ള ഏതാണ്? 82 പൂർവ്വ രേഖാംശം. അടുത്തത് ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73, 74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്. ഒന്നും രണ്ടും മാത്രം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പ്രാചീന ശിലായുഗത്തിലെ വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? എടയ്ക്കൽ ഗുഹയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ളത്? കാപ്പി. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടിക വികസന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു? മാനന്തവാടി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായ അമ്മയമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിലെ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ചത് ഏതാണ്? ന്യൂറാലിങ്ക്, NVIDIA. ഏതാണ് ആൻസർ വരുന്നത്? ഏതൊക്കെയാണ് വരുന്നത്? ന്യൂറാലിങ്ക്, NVIDIA, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ. ഏതാ വരുന്നത്? ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായി കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് രൂപം നൽകിയത് പേരെന്താണ്? നീലു.
നീലപ്പൊന്മാന് നൽകിയ പേരെന്താണ്? നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 23 അല്ലേ? ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 23 ഓക്കെ. ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ടാക് 003 വാക്സിൻ ഏതാണ്? ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കിലിയൻ മർഫി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്നത് എവിടെയാണ്? ഗോവയിലാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡൻ. ചുവടെ നൽകിയിരിക്കുന്നു ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന തിരഞ്ഞെടുത്ത് എഴുതുക. അതിൻ്റെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ചവച്ചരയ്ക്കാനുള്ളതാണ് ചർവണകവും അഗ്രചർവണകവുമാണ് വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? 2ഉം 4ഉമാണ് വരുന്നത്. ചർവണകവും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഏതാണ്? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട, നെല്ല്, തെങ്ങ്, പയർ. വെണ്ടയല്ലേ സൽകീർത്തി? ഏതാണ് വരുന്നത്? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ടയുണ്ട്, നെല്ലുണ്ട്, പയറുണ്ട്, തെങ്ങുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? സൽകീർത്തി വെണ്ടയാണ്. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പ് അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേരെന്താണ്? സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേരാണ് കൈരളി. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത്? വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ ഏത്? 1, 2, 3 എന്നിവ ശരിയാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഇത് 3മാണ് ശരിയായിട്ടുള്ളത്. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോളവ് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കണം. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? 2, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് മേൽപ്പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അയിരുകൾ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ B ആണ് വരുന്നത്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതിയാണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞ ഫലപ്രദമായ ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഏതാണ്? JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതിയാണ്
ഏതാണ്? അമൃതം ആരോഗ്യമുണ്ട്, ആരോഗ്യ കേരളമുണ്ട്, വയോമിത്രമുണ്ട്, നയനമിത്രമുണ്ട്. ജീവിതശൈലി രോഗങ്ങളാകുമ്പോൾ ഏതാണ്? അമൃതം ആരോഗ്യം അല്ലേ, അതാണ് ഉത്തരം വരുന്നത്. അമൃതം ആരോഗ്യം. താഴെ പറയുന്നതിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങൾ കൂടി. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് നൽകിയിരിക്കുന്ന പേരെന്താണ്? MAL. താഴെ പറയുന്നതിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഏതാണ് വരുന്നത്? 1, 3 എന്നിവയാണ് വരുന്നത്. നിപ്പയും എംപോക്സും. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? വുഹാന്. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റാണ് ഏതാണ്? മാമോഗ്രാം. അടുത്തത് HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനമാണ് ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ കോളറയാണ്. അടുത്തത് മാത്സ് ആണ്. 1, 8, 27, 64, 125. ഇനി അടുത്ത വരുന്ന ഏതാണ്? 216 വരുന്നത്. അടുത്തത് 9, 11, 15, -29, 39. ഇതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? 9, 11, 15, 21 വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. I228 ആണെങ്കിൽ A630 ആണെങ്കിൽ ഇയർ എത്രയാണ്? ഇയറിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 863. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തിയെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് 3 കിലോമീറ്ററാണ്. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്നും 11ാമത്തെ ആളും പിറകിൽ നിന്ന് 7ാമത്തെ ആളുമാണെങ്കിൽ വരിയിൽ 17 പേര്. 2/2.02 ഡിവൈഡ് ബൈ 2.02 എത്രയാണ്? 0.010. X/Y = 4:3 ആണെങ്കിൽ Y/Z 60:5 ആണെങ്കിൽ X/Z എത്രയാണ്? 24:15 ആണ്. ഇപ്പോൾ വാച്ചിൽ 12 മണിയാണെങ്കിൽ ക്ലോക്കിൽ 12:15 ആകാൻ എത്ര സമയം എടുക്കും? 900 സെക്കൻഡ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം, ഇതിൻ്റെ ആൻസർ വരുന്നത് 32 ആണ്. 90ൻ്റെ ആൻസർ 1, 91 8, 92 4.3. അടുത്ത് 11/12. ആൻസർ 1/2.5. അടുത്തതിൻ്റെ ആൻസർ എത്രയാണ്? 102 ആണ് വരേണ്ടത്. ഇത് തെറ്റാണ്. 102 ആണ് ആൻസറായിട്ട് വരുന്നത്. 2 ചതുരങ്ങളുടെ 9:10. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 2 × 5 × 7 × 4. 97ൻ്റെ ആൻസർ വരുന്നത് 140 ആണ്. അടുത്തത് 1150. അതിനടുത്തത് 8 സെക്കൻഡ്. ഉപകാരപ്രദം. നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.